എഴുത്തുകാരനും അധ്യാപകരുമായ പ്രൊഫസർ എം.കെ. സാനു അന്തരിച്ചു. 97 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വൈകിട്ട് 5:30 അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുന്നത്. നാളെ രാവിലെ 8 മണിയോടെ മൃതദേഹം എറണാകുളത്തെ വീട്ടിലെത്തിക്കും. ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. ബിനിലാണ് വിവരങ്ങളുമായിട്ടുള്ളത്. ബിനിൽ, അദ്ദേഹം കുറച്ചു കാലമായി അസുഖാവസ്ഥയിലായിരുന്നു. ഒടുവിലാണ് മരണം സംഭവിച്ചു എന്നുള്ള വാർത്ത എത്തുന്നത്. നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മളോട് സംസാരിച്ചവരും നമ്മൾ പറഞ്ഞതുമൊക്കെയും അദ്ദേഹം വഴിതിരിച്ച അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ സാഹിത്യത്തിന്, നമ്മുടെ സാംസ്കാരിക ലോകത്തിന് നൽകിയ സംഭാവനകളും അതിനപ്പുറത്തേക്കുള്ള അദ്ദേഹത്തിന്റെ സൗമ്യവും തീർത്തും ലളിതവുമായ ജീവിതത്തെ പറ്റി കൂടിയാണ്. തീർച്ചയായും എം.കെ. സാനു നമുക്കെല്ലാം എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു മഹാനായ അധ്യാപകനാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹം എഴുത്തുകാരനാണ്, വാഗ്മിയാണ്, നിരൂപകനാണ്, ചിന്തകനാണ്. അങ്ങനെ അദ്ദേഹം വഴി തെളിച്ചു വിട്ട് 1000 അദ്ദേഹത്തിന്റെ ശിഷ്യ സമ്പത്ത് ഇന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. ഒരു മലയാളം അധ്യാപകൻ എന്ന നിലയിൽ ദീർഘകാലം മഹാരാജാസ് കോളേജിലെ അദ്ദേഹം അധ്യാപകനായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ തന്നെ വിപുലമായ ശിഷ്യ സമ്പത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് വൈകിട്ട് 5:35 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. കഴിഞ്ഞ 25 അദ്ദേഹത്തിന് വീട്ടിൽ വീണ് ഒരു പരിക്കേറ്റിരുന്നു. ആ പരിക്കുമായി ബന്ധപ്പെട്ട അസുഖമാണ് അദ്ദേഹത്തിന് ആരോഗ്യനില മോശമാക്കിയത്. കഴിഞ്ഞ 25 വരെ ഈ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് സജീവമായി നിന്നിരുന്നയാളാണ് എം.കെ. സാനു മാഷ്. അതായത് ഈ 97 കഴിഞ്ഞ് 98 വയസ്സിലേക്ക് കടക്കുമ്പോൾ പോലും അദ്ദേഹം വളരെ സജീവമായി തന്നെ ഈ രംഗത്തുണ്ടായിരുന്നു എന്നതാണ്. അദ്ദേഹം വീട്ടിൽ അടച്ചു പൂട്ടിയിരുന്ന ഒരാളല്ല. വീടിന് പുറത്തേക്ക് എപ്പോഴും ഇറങ്ങാൻ ആഗ്രഹിച്ചിരുന്ന, ഏതൊരു പരിപാടിയിലും പങ്കെടുത്ത് ആളുകൾക്കിടയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എം.കെ. സാനു മാഷ്. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എഴുത്ത്, അദ്ദേഹം അധ്യാപകൻ എന്ന നിലയിൽ പകർന്നു നൽകിയ വെളിച്ചം, അതൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗത്തെ ഇടപെടലുകൾ നമുക്ക് ഒരു 1-2 വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അദ്ദേഹം ഏറെക്കാലം ഈ കൊച്ചിയിലും എറണാകുളത്തുമൊക്കെ തന്നെ ജീവിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാൾ. അതായത് ഏതൊരു സാമൂഹ്യ വിഷയത്തിലും ഒരു പ്രതികരണവുമായി എം.കെ. സാനു മാഷ് വരുമ്പോൾ ആ വാക്കുകൾക്ക് വലിയ വില നമ്മുടെ രാഷ്ട്രീയ തീർച്ചയായും അതാണ്. അദ്ദേഹത്തിന് അസുഖബാധിതനായിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം നമ്മുടെ സജീവമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും ആ തരത്തിൽ അദ്ദേഹം സജീവമായിരുന്നു എന്നുള്ളതാണ്. ബില്ലിൽ സൂചിപ്പിച്ച പോലെ നമ്മൾ VS-നെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വയസ്സ് 98 വയസ്സിലേക്ക് കടക്കുകയാണെന്നുള്ള കാര്യം ഓർക്കണം. എത്ര വയസ്സ് മുതലാണ് അദ്ദേഹം സജീവമായിരുന്നു എന്ന് ഓർക്കണം. എത്രമാത്രം സംഭാവനകളാണ് നമ്മുടെ ലോകത്തിന്, നമുക്ക് ഇനിയുള്ള തലമുറയ്ക്കൊക്കെ അദ്ദേഹം പകർന്നു നൽകിയത്. ആ ഓർമ്മകളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളിലൂടെ ഏറ്റവും മികച്ച നിരൂപകൻ എന്നുൾപ്പെടെയുള്ള പല ഖ്യാതികളിലൂടെ അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹത്തെ മലയാളവും കേരളവും ഓർക്കുമെന്നുള്ളതാണ്.